Usual findings: presence of barbiturate, zinc phosphide, pale yellow color eyelids, kidney failure, contracted muscles, etc. എന്താ ശ്യാം? You smell something fishy? No. കേസ് ശ്രദ്ധിച്ച് പഠിക്കാനാ മുകളിൽ നിന്നുള്ള ഓർഡർ. So usual formalities. That's all. Doctor, I have a few doubts. എനിക്കും. As per forensic report, രശ്മിയുടെ ശരീരത്തിൽ ഓർക്ക ഗുളികയുടെയും എലിവിഷത്തിന്റെയും പ്രസൻസ് ഉണ്ടായിരുന്നു. Am I correct? It's pretty clear. Then my question is, ഇതിലേത് വിഷം മൂലമാണ് രശ്മിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്? എലിവിഷം. That's the point. അതിലെ സിങ്ക് ഫോസ്ഫൈഡ് മൂലമാണ് രശ്മിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. സ്ലീപ്പിംഗ് പിൽസ് അത്ര ഹെവി ഡോസിലായിരുന്നില്ല. അങ്ങനെയെങ്കിൽ രശ്മി ഇതിന് ഉറക്ക ഗുളിക കൂടി കഴിച്ചു. Come on, doctor, answer to my question. അത് എനിക്കെങ്ങനെ അറിയാം? അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കണത്. ഇയാളത് എവിടെ നിന്ന് വരുന്നു? ഇതൊരു ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് കേട്ടു. യെസ്, ബട്ട് ദാറ്റ് വാസ് ആൻ ഓഫ് ദ റെക്കോർഡ് കമന്റ്. എലിവിഷൻ കഴിച്ച ഏതാനും കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ മരിച്ച കേസുകളുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞ് മരിച്ച കേസുകളുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബോഡി കണ്ടീഷൻ ആൻഡ് ദി എമൗണ്ട് ഓഫ് പോയിസൺ കൺസ്യൂംഡ്. ഈ കേസിൽ മരണം ഉടൻ സംഭവിച്ചെന്ന് പറയാൻ കാരണം രശ്മി മരിച്ചത് കാർഡിയോജനിക് ഷോക്ക് മൂലമാണ്. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഉദ്ദേശം എന്ത് ക്വാണ്ടിറ്റി പോയ്സൺ ഉണ്ടായിരുന്നു? 10 grams of zinc phosphide. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ക്വാണ്ടിറ്റി? 10 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ 5 ഗ്രാം മാതിരി വ്യക്തി മരിക്കുവാൻ. അപ്പോൾ 10 ഗ്രാം, ഇറ്റ്സ് പ്രെറ്റി ഹെവി. എന്താടോ, തലസ്ഥാനത്തിരിക്കുന്നവർക്ക് താൻ വല്ല കൈവശവും കൊടുത്തിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ പറയുന്നൊന്നും അവർക്ക് വിശ്വാസമാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാ. ഞങ്ങൾ സാധാരണ പോലീസുകാർക്ക് അസാധ്യമായത് മാത്രം അന്വേഷിക്കുന്ന തന്നെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ എന്താണ് ഇത്ര താല്പര്യം? എനിക്ക് ശമ്പളം തരുന്ന സർക്കാർ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാനത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓ, കർത്തവ്യ നിർവഹണം, അത് മാത്രമേ ഉള്ളൂ കാരണം? അല്ലാതെ വ്യക്തിപരമായി യാതൊരു താല്പര്യവും താങ്കൾക്കില്ല? നോട്ട് അറ്റ് ഓൾ. എനിക്കങ്ങനെ ഉണ്ടാവണമെന്ന് മറ്റുള്ളവർ ശഠിച്ചാൽ എനിക്കെന്ത് ചെയ്യാനാവും? ലെറ്റ്സ് കം ടു ദ പോയിന്റ്, സർ. താൻ എന്തിന് ആത്മഹത്യ ചെയ്തുവെന്ന് പുറം ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ കുറിപ്പെഴുതി വെക്കുന്നത്. അങ്ങനെയുള്ളവർ സാധാരണയായി അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് വെക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. കഷ്ടം. എടോ, തന്നെക്കാളും സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ആളാ ഞാൻ. താൻ ഈ പറഞ്ഞത് ഞാനും ചിന്തിച്ചതാ. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വ്യക്തമായ കൺക്ലൂഷനിൽ എത്തുകയും ചെയ്തു. പെട്ടെന്നുള്ള വികാരക്ഷോഭത്താൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന രശ്മി ഒരെഴുത്തെഴുതി വെക്കുന്നു. പിന്നീട് എന്തോ കാരണത്താൽ ഒരുപക്ഷെ ആത്മഹത്യാ തീരുമാനം തന്നെ മാറ്റി അല്പനേരം ഇരുന്ന് കാണും. അല്ലെങ്കിൽ കോപം ശമിച്ചപ്പോൾ ഒരു ലെറ്റർ വേണ്ടെന്ന് തോന്നിക്കാണും. അവൾ ആ എഴുത്ത് മാറ്റിവെക്കുന്നു. രശ്മി ആത്മഹത്യ ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പല കാരണങ്ങളുണ്ട്. രശ്മി അറിയാതെ വിഷം അവരുടെ ഉള്ളിൽ എത്തിക്കാൻ സാധ്യമല്ല. ഒരു ബലപ്രയോഗത്തിലൂടെ കഴിപ്പിച്ചതിന്റെ സൂചനകളുമില്ല. മുറി അകത്ത് നിന്ന് ലോക്കും ചെയ്തിരുന്നു. അതുപോലെ തന്നെ തന്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാവണം ഉറക്ക ഗുളികൾക്ക് പുറമെ എലിവിഷവും കഴിച്ചിരിക്കുന്നത്. സർ, എന്റെ ചോദ്യം ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചാണ്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സി മിസ്റ്റർ ശ്യാം, ഹാൻഡ് റൈറ്റിംഗ് രശ്മിയുടേതാണെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സ് ഒക്കെ വെറും മണ്ടന്മാരാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സർ, എഴുത്തെഴുതി പിന്നീട് തീരുമാനം മാറ്റിയതാണെങ്കിൽ എഴുത്ത് കീറിക്കളയല്ലേ ചെയ്യേണ്ടത്? അത് ഏത് രീതിയിൽ വേണമെന്ന് താൻ തീരുമാനിച്ചോ. ദാറ്റ്സ് യുവർ ഹെഡേക്ക്. നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ശരി സർ, വരൂ. പ്ലീസ്.
പേര് മോഹൻകുമാർ, വയസ്സ് 37, ഫാദർ അൺനോൺ. മദർ ലേറ്റ് പ്രൊഫസർ സരസ്വതി അമ്മ, വൈഫ് ലേറ്റ് രശ്മി മോഹൻ. വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷം, കുട്ടികളില്ല. അതെന്താ കുട്ടികളില്ലാത്ത? അല്ല, ഫാമിലി പ്ലാനിങ് ആണോ അതോ ക്ലിയർ? ഉടനെ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാ. വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായില്ലേ? അത്രയും താമസിച്ച റിസ്കാ. പിന്നെ ചിലപ്പോ അബോർ എനിക്കെല്ലാം കേസസ് അറിയാം, അതുകൊണ്ട് പറഞ്ഞ. മിസ്റ്റർ മോഹൻ, 3.5 വർഷത്തെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിനിടയിൽ സംഭവ ദിവസം രാത്രി നടന്ന വഴക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളുടെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്ര നല്ല ദമ്പതിമാരായാലും അവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാവും. അതൊരു സാധാരണ സംഭവം മാത്രം. ഐ തിങ്ക് യു ആർ ലൈങ്. നോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സോറി, ഐ കനോട്ട് ബിലീവ് ദിസ് ആൻഡ് ഐ വോണ്ട്. അറിയാം, ആരൊക്കെ വിശ്വസിച്ചാലും നീ അത് വിശ്വസിക്കേലെന്ന്. എക്സ്ക്യൂസ് മീ, മൈ നെയിം ഇസ് ശ്യാം പ്രസാദ് ആൻഡ് യു ഹാവ് ടു കോൾ മീ സർ. യു ആർ സപ്പോസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ തോന്നൽ, ഒപ്പീനിയൻ അതൊന്നും ഇവിടെ എഴുന്നള്ളിക്കണ്ട. മുൻവിധിയോടുകൂടിയുള്ള നിങ്ങളുടെ പെരുമാറ്റം നല്ലതിനല്ല. മുൻവിധിയോടെ കേസ് അന്വേഷിക്കാൻ വരുന്നവരോട് എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. മിസ്റ്റർ മോഹൻകുമാർ, നിങ്ങൾ കവലപ്രസംഗം നടത്തുന്ന ചന്തയല്ലത്. ഇവിടെ നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ, അതും കൃത്യമായി. അല്ലാതെ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സത്യം തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിന് എന്റെ മുമ്പിൽ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ബിക്കോസ് ഐ ഡോണ്ട് കെയർ. യു ഷുഡ് കെയർ ബിക്കോസ് ഐ എം ഇന്നസെന്റ്. ഓ, യു ആർ ഇന്നസെന്റ്. ഐ എം സോറി, ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തത്. And your story collapses at this juncture. There are 2 options. Either you cooperate with me or I'll make you cooperate. Is that clear? Is that clear?